പ്രിയയുടെ അവകാശി ഭാഗം 3. മുറിയ നിശബ്ദത. അർജുന്റെ കയ്യിൽ ആ പഴയ കത്ത്, മുന്നിൽ അമ്മ സാവിത്രി, മേശപ്പുറത്ത് വർഷങ്ങളായി ആരും തുറക്കാത്തൊരു മരപ്പെട്ടി. അർജുന്റെ വിരലുകൾ വിറച്ചു. അമ്മേ, ഈ കത്തിൽ എന്താണ്? സാവിത്രി ഒന്നും പറഞ്ഞില്ല. എന്തിനാണ് ഇത് എന്റെ വിവാഹ ദിവസം മാത്രം തുറക്കണമെന്ന് എഴുതിയത്? അവൾ കണ്ണുകൾ താഴ്ത്തി. അത് നിന്റെ അച്ഛന്റെ തീരുമാനമായിരുന്നു. പക്ഷെ എന്തിന്? എനിക്കറിയില്ല. അർജുൻ അമ്മയെ നോക്കി. അമ്മയ്ക്കറിയാം. സാവിത്രി ഞെട്ടി. നീ എന്താണ് പറയുന്നത്? അമ്മയ്ക്കറിയാം, പക്ഷെ എന്നോട് പറയുന്നില്ല. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നെ പതുക്കെ പറഞ്ഞു, നീ ഈ കത്ത് വായിക്കരുത്. എന്തുകൊണ്ട്? കാരണം അതിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ജീവിതം മാറ്റിമറിക്കും. അർജുൻ കത്ത് മേശപ്പുറത്ത് വെച്ചു. എന്റെ ജീവിതം ഇതിനകം മാറിക്കഴിഞ്ഞു അമ്മേ. അവൻ ദേവികയെ ഓർത്തു. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു. സാവിത്രിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത്. ആരെയാണ് അമ്മ പേടിക്കുന്നത്? അവൾ മറുപടി പറഞ്ഞില്ല. അർജുൻ കത്ത് തുറക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുറത്തു നിന്ന് അച്ഛന്റെ ശബ്ദം. അർജുൻ! അവൻ തിരിഞ്ഞു നോക്കി. രാഘവൻ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ നേരെ ആ കത്തിലേക്ക്. അത് താഴെ വെക്ക്. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം അറിയണം. രാഘവൻ അവന്റെ അടുത്തേക്ക് വന്നു. നിനക്കിപ്പോൾ അറിയേണ്ട സത്യം ഒന്നേയുള്ളൂ. എന്ത്? നന്ദനയുമായുള്ള വിവാഹം നടക്കും. ഞാൻ സമ്മതിക്കില്ല. രാഘവന്റെ മുഖം കടുത്തു. അപ്പോൾ അവനൊരു നിമിഷം നിർത്തി. ഈ വീട്ടിൽ നിന്ന് നീ പുറത്തേക്ക് പോകേണ്ടി വരും. അർജുൻ ഞെട്ടി. അച്ഛാ! തീരുമാനം നിന്റേതാണ്. രാഘവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അർജുൻ അമ്മയെ നോക്കി. സാവിത്രി കരയുകയായിരുന്നു. അതേ രാത്രി ദേവിക ഉറങ്ങിയിരുന്നില്ല. ഫോൺ എടുത്ത് അർജുന്റെ അവസാന മെസ്സേജ് വീണ്ടും വായിച്ചു. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൾ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ്. എന്താണ് പറ്റിയത്? അവളുടെ മനസ്സിലൊരു പേടി. പിറ്റേന്ന് രാവിലെ അർജുൻ ദേവികയെ കാണാൻ പോയി. അവൾ വീട്ടുമുറ്റത്ത് മുല്ലപ്പൂ പറിക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. എന്താ ഇത്ര രാവിലെ? അർജുൻ അവളെ നോക്കി നിന്നു. പറയാൻ വന്നതെല്ലാം മറന്നുപോയി. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. ഇന്നലെ ഫോൺ എന്തിനാണ് കട്ട് ചെയ്തത്? വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. എന്ത് പ്രശ്നം? അർജുൻ അവളുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ കാര്യത്തിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ട്. ദേവികയുടെ മുഖം മങ്ങി. എത്രത്തോളം? വളരെ. അപ്പോൾ എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ! അവൻ അവളുടെ കൈ പിടിച്ചു. എന്ത് വന്നാലും അവൻ പതുക്കെ പറഞ്ഞു, നീ എന്റെ കൂടെ നിൽക്കണം. ദേവിക തല കുഴച്ചു. ഞാൻ നിൽക്കും. അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിശബ്ദതയിൽ അവരുടെ പ്രണയം കൂടുതൽ ഉറപ്പിച്ചു. മംഗലത്ത് തറവാട്ടിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. വീട്ടിലെ സ്ത്രീകൾ വസ്ത്രങ്ങളും ആഭരണങ്ങളും നോക്കി തുടങ്ങി. അർജുൻ മാത്രം എല്ലാവരിൽ നിന്നും അകന്നു നിന്നു. അവന്റെ മനസ്സിൽ ഒരേയൊരു ചോദ്യം, ആ കത്തിൽ എന്താണ്? അന്ന് രാത്രി അവൻ വീണ്ടും അമ്മയുടെ മുറിയിലെത്തി. അമ്മേ! സാവിത്രി തിരിഞ്ഞു നോക്കി. എന്താ? ആ കത്തെവിടെ? അവൾ ഒന്നും പറഞ്ഞില്ല. അമ്മ! അത് അച്ഛന്റെ കയ്യിലാണ്. അർജുൻ ഞെട്ടി. അപ്പോൾ അത് വായിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? സാവിത്രി പതുക്കെ പറഞ്ഞു. കാരണം ചില സത്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് ചിലപ്പോൾ നല്ലത്. അർജുൻ ചിരിച്ചു. അമ്മയ്ക്ക് അങ്ങനെ തോന്നാം, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതിനിടയിൽ ദേവികയുടെ വീട്ടിൽ മറ്റൊരു പ്രശ്നം. അവളുടെ അമ്മ സുഭദ്ര അവളെ വിളിച്ചു. ദേവു! എന്താ അമ്മേ? മംഗളത്ത് തറവാട്ടിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. ദേവിക ഞെട്ടി. എന്തിന്? നിന്നെ കുറിച്ച് സംസാരിക്കാൻ. എന്നെ കുറിച്ച്? സുഭദ്ര അവളുടെ കൈ പിടിച്ചു. നീ അർജുനെ സ്നേഹിക്കുന്നുണ്ടോ? ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്കെല്ലാം മനസ്സിലായി. അവൻ നിന്നെ വിവാഹം കഴിക്കുമോ? ദേവിക പതുക്കെ പറഞ്ഞു. അവൻ പറഞ്ഞിട്ടുണ്ട്. സുഭദ്രയുടെ മുഖത്ത് ആശങ്ക. നമ്മൾ ആ വീടിനോട് പൊരുതാൻ കഴിയില്ല മോളെ. എനിക്ക് പണവും സ്വത്തും വേണ്ട അമ്മേ. പക്ഷേ അവർക്കത് വേണം. അർജുൻ എനിക്ക് കൂടെയുണ്ട്. സുഭദ്ര മകളെ നോക്കി. അതാണ് എനിക്ക് പേടി. എന്തിന്? അവൻ നിന്നോടൊപ്പം നിൽക്കുമ്പോൾ. അവൾ കണ്ണുനീർ തുടച്ചു. അവന്റെ കുടുംബം നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ല. ദേവിക അമ്മയുടെ കൈ പിടിച്ചു. അമ്മേ, എനിക്ക് എന്റെ മകൾ നഷ്ടപ്പെടാൻ പാടില്ല. അന്ന് രാത്രി ദേവികയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. നാളെ വൈകുന്നേരം പഴയ പാലത്തിനരികിൽ വരണം, അർജുൻ. അവൾ പുഞ്ചിരിച്ചു. പിറ്റേന്ന് പഴയ പാലത്തിനരികിൽ അർജുൻ കാത്തിരുന്നു. ദേവിക എത്തി. എന്തിനാണ് വിളിച്ചത്? അർജുൻ അവളുടെ കയ്യിൽ ഒരു ചെറിയ പൊതിയിട്ടു. ഇത് തുറക്ക്. അവൾ തുറന്നു. അതിനുള്ളിൽ ഒരു ചെറിയ വെള്ളി പാദസരം. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് എന്തിനാ? ഇഷ്ടമായോ? വളരെ. അവൻ ചിരിച്ചു. നീ നടക്കുമ്പോൾ ശബ്ദം കേൾക്കണം. എന്തിന്? നീ അടുത്തുണ്ടെന്ന് എനിക്കറിയാം. ദേവിക അവനെ നോക്കി. നിങ്ങൾക്ക് ഇത്രയും സ്നേഹമുണ്ടോ എന്നോട്? അർജുൻ പതുക്കെ പറഞ്ഞു. എനിക്കറിയില്ല ദേവിക, പക്ഷെ നീ ഇല്ലാത്ത ദിവസങ്ങൾ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അവൾ തല താഴ്ത്തി. ആ നിമിഷം അവളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ വീണു. അർജുൻ അത് തുടച്ചു കൊടുത്തു. മംഗളത്ത് തറവാട്ടിൽ നന്ദിനിയുടെ കുടുംബം എത്തി. വലിയ സ്വീകരണം. വീട്ടിലെ എല്ലാവരും സന്തോഷത്തിൽ. പക്ഷെ അർജുൻ മാത്രം അവിടെയില്ല. അവൻ തന്റെ മുറിയിൽ ഫോൺ കയ്യിൽ ദേവികയോട് സംസാരിക്കുകയായിരുന്നു. നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. കള്ളം പറയല്ലേ. ശരി, കഴിച്ചിട്ടില്ല. പോയി കഴിക്ക. ആദ്യം നിങ്ങൾ പറയണം. എന്ത്? എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അർജുൻ ചിരിച്ചു. എത്ര തവണ പറയണം? എല്ലാ ദിവസവും. ശരി. അവൻ പതുക്കെ പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവളുടെ മുഖത്ത് പുഞ്ചിരി. ഇനി പോകാം. ഫോൺ കട്ട് ചെയ്തു. അർജുൻ വാതിൽ തുറന്നു. പുറത്ത് നന്ദനയുടെ അച്ഛൻ.
അവൻ അർജുനെ നോക്കി. നിങ്ങൾക്ക് ഈ വിവാദത്തിൽ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അർജുൻ ഒന്നും പറഞ്ഞില്ല. എന്റെ മകളെ വിഷമിപ്പിക്കരുത്, അർജുൻ നേരെ പറഞ്ഞു. എനിക്ക് ഈ വിവാദത്തിൽ സമ്മതമില്ല. അവൻ പോയി. അല്പസമയത്തിനകം വീട്ടിൽ വലിയ വഴക്ക്. രാഘവൻ അർജുനെ വിളിച്ചു. നീ എല്ലാവരെയും അപമാനിച്ചു. ഞാൻ കള്ളം പറഞ്ഞില്ല. നീ ആ പെൺകുട്ടിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുകയാണ്. എന്റെ ജീവിതം എന്റേതാണ്, രാഘവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് നിനക്കൊന്നും വേണ്ട? അർജുൻ അവനെ നോക്കി. എനിക്ക് നിങ്ങളുടെ സ്വത്ത് വേണ്ട. അവൻ തിരിഞ്ഞു നടന്നു. എനിക്ക് വേണ്ടത്. അവൻ നിമിഷം നിന്നു. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. ആ രാത്രി അർജുൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ നേരെ ദേവികയുടെ വീട്ടിലെത്തി. വാതിൽക്കൽ നിന്നു. ദേവിക പുറത്തു വന്നു. അവനെ കണ്ടപ്പോൾ ഞെട്ടി. ഇത്ര രാത്രി? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിന്? എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ, ഇത് ശരിയല്ല. എന്തുകൊണ്ട്? നിന്റെ കുടുംബം എനിക്ക് നീ മതി. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നാളെ എന്നെ കുറ്റപ്പെടുത്തരുത്. അർജുൻ അവളുടെ കൈ പിടിച്ചു. ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല. അവൾ തല അവനെ നെഞ്ചിൽ ചേർത്തു. ആ രാത്രി അവരുടെ പ്രണയം ആദ്യമായി ഒരു തീരുമാനത്തിന്റെ വക്കിലെത്തി. തുടരും.